പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കുറ്റിവകുപ്പിൻ്റെ റീറ്റെയിൽ മാർക്കറ്റിങ്ങിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് വിവിധ ഗ്രാമപഞ്ചായത്തുകൾ അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളിൽ അതാത് പ്രദേശത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് ജില്ലയിലും മറ്റ് ജില്ലകളിലും അനവധി മാർക്കറ്റുകൾ കഴിഞ്ഞ ഒരു മിനിസ്ട്രിയുടെ കാലത്തും അതിന് മുമ്പത്തെ 2016-21 മിനിസ്ട്രിയുടെ കാലഘട്ടത്തിലുമായിട്ട് ഒരുപാട് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് എത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് എത്ര മാർക്കറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ ജില്ലാ കൃഷി വകുപ്പിൻ്റെ താഴെ പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഫുട്ബോളിൻ്റെ കീഴിലുള്ള ഈ മാർക്കറ്റ്. ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്മിറ്റി തന്നെയാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഈ ചൊവ്വയും വെള്ളിയും ഇവിടെ നടത്തുന്ന ഈ മാർക്കറ്റിൽ ഒരു ഉത്സാഹവും കുറയാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ പിന്നിൽ നിന്ന് കഠിനപ്രയത്നം ചെയ്യുന്ന ഇതിൻ്റെ ഭാരവാഹികൾ തന്നെയാണ് ഈ മാർക്കറ്റിൻ്റെ വിജയം. ഇവിടെ വരുന്ന കൺസ്യൂമേഴ്സും അവരോട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന ഫാമേഴ്സിന് ഒരു പ്രത്യേക ഹാറ്റ്സ് ഓഫ് ടു ദം. കാരണം ഇവിടെ ഈ മാർക്കറ്റ് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ കർഷകർ തന്നെയാണ് അവരുടെ നല്ല ഉൽപ്പന്നങ്ങൾ, അതും അതിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും ഒരു ലൈറ്റ് കൺസ്യൂമേഴ്സ് ഇവിടെ വരില്ല. നമ്മുടെ ഈ കോർപ്പറേഷൻ ലിമിറ്റിലുള്ള ഇവിടെ വരുന്ന കൺസ്യൂമേഴ്സിനെ കണ്ടാൽ അറിയാം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടും നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടണം. നല്ല പണ്ടേ പോയ സെക്കൻഡ് മാർക്കറ്റ് ഉണ്ട് നമുക്കിവിടെ. സെക്കൻഡ് മാർക്കറ്റിൽ കിട്ടാത്ത സാധനങ്ങളില്ല. പക്ഷെ എന്നിട്ടും അവരിവിടെ വന്ന് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആ പ്രൊഡ്യൂസിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകം. അപ്പോൾ അത് ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ മാർക്കറ്റ് വിജയകരമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ആ ഫാമേഴ്സിന് എല്ലാവിധ ആശംസകളും. ഈ മാർക്കറ്റ് ഇതുപോലെ ഭംഗിയായിട്ട് 6 വർഷമായിട്ടും ഓരോ ദിവസം ചെല്ലുന്നവരും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. പ്രോത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇനിയും നന്നായി വരട്ടെ. അവർ ഇതിലും ഒന്നുകൂടി ഡൈവേഴ്സിഫിക്കേഷനൊക്കെ ഉണ്ടാവട്ടെ. കട്ട് വെജിറ്റബിൾസൊക്കെ പോലെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റീസും ഒക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 6ാം വയസ്സിൽ 6ാമത്തെ പിറന്നാൾ ദിനത്തിന് എല്ലാവിധ ആശംസകളും. അവിടെ നടമുറിക്കോ അങ്ങനെ ഓക്കെ വീട് വന്നിട്ടോ എല്ലാവരും